എം.ടിയുടെ വേർപാട് മലയാള സാഹിത്യത്തിനും മലയാളി സമൂഹത്തിനാകെയും തീരാ നഷ്ടമാണ്. എം.ടിയുടെ രചനയിലൂടെ അദ്ദേഹം സമൂഹത്തിൽ നേടിയെടുത്ത ഒരു സ്വാധീനമുണ്ട്. അത് പരിശുദ്ധിയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും നിലപാടുകളാണ്. നിശബ്ദമായി നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ ചിന്താധാരകളെ സ്വാംശീകരിക്കാനും തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും എം.ടി ശ്രമിച്ചിരുന്നു. എം.ടി ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച അതേ മൂല്യവും ലക്ഷ്യവുമാണ് എം.ടിയുടെ രചനകളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എം.ടിയുടെ രചനകളിലൂടെ പുതിയ തലമുറ എപ്രകാരം എങ്ങനെ എം.ടിയുടെ ആദർശങ്ങളെയും സംശുദ്ധിയെയും സ്വീകരിക്കും എന്നുള്ളത് ഭാവി സമൂഹത്തിൽ അനുഭവപ്പെടേണ്ടുന്നൊരു കാര്യമാണ്. എം.ടി ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച മൂല്യം അത് വൃഥാവിലാവില്ല എന്ന് മാത്രമല്ല, മലയാള സാഹിത്യത്തെയും കേരളീയ സമൂഹത്തെയും നേർവഴിക്ക് കൊണ്ടുപോകാൻ ഈ ആശയങ്ങൾ സഹായകരമാകും. പുതിയ തലമുറയ്ക്ക് പഠനത്തിനും ഗവേഷണത്തിനും വിധേയമാക്കേണ്ടുന്ന ഒരു ജീവിതമാണ് എം.ടിയുടേത്. മലയാളി ലോകത്ത് എവിടെയെല്ലാമുണ്ടോ, മലയാളി സമൂഹം എവിടെയെല്ലാമുണ്ടോ, മലയാളി സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം എം.ടിയെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയുകയില്ല. മലയാള ഭാഷയ്ക്ക് ലോകത്തിൽ തന്നെ സ്ഥാനം നേടിക്കൊടുക്കാൻ എം.ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. അതിൻ്റെ മറ്റൊരു പ്രതീകമാണ് തുഞ്ചൻപറമ്പ്. തുഞ്ചൻപറമ്പ് എം.ടി ലക്ഷ്യമിട്ടത് മലയാള ഭാഷയുടെ ഔന്നത്യം തന്നെയാണ്. ആ ദിശയിലൂടെ ബഹുദൂരം സഞ്ചരിക്കാൻ എം.ടി ശ്രമിച്ചിട്ടുണ്ട്. മലയാള ഭാഷയെ ഇത്രയധികം ചേർത്ത് നിർത്തി ഭാഷാവ്യൂഹത്തിൽ മലയാളത്തിനുള്ള സ്ഥാനം ഉറപ്പിച്ചെടുക്കുന്നതിന് എം.ടി നടത്തിയിട്ടുള്ള സേവനങ്ങൾ അതുല്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എം.ടിയുടെ വേർപാട് നമ്മുടെ സമൂഹത്തിനാകെ തീരാ നഷ്ടമാണ്. എം.ടിയുടെ നിര്യാണത്തിലുള്ള ദുഃഖം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പേരിൽ ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളെല്ലാം നമ്മുടെ ഭാവി തലമുറ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകും. അതിന് സഹായകരമായ നിലപാട് രാഷ്ട്രീയ രംഗത്ത് സ്വീകരിക്കുന്നതിനും ഞങ്ങളെല്ലാം സദാ ജാഗരൂകരായി പ്രവർത്തിക്കുമെന്നും എം.ടിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു.